some cheers and clapping on the board as Alex slid down the railing and increased into military aid. Again, big smiles. Splashdown. So next one here, that is none other than Sunny Williams. There's midways. She climbed up arms now, assisting her to There we have it, some waves, some thumbs up, and some smiles. We're getting some views of him now as he egresses or exits the spacecraft. Once again, some ovation and cheers there from the as we mentioned before, returning to Earth. ഗുഡ് മോർണിംഗ്. ഇത്ര സന്തോഷത്തോടെ ഗുഡ് മോർണിംഗ് പറഞ്ഞ ദിവസങ്ങൾ കുറവായിരിക്കും. ലോകമാകെ കാത്തിരുന്ന ഒരു നിമിഷം. നമ്മൾ ഇന്ത്യക്കാർ മാത്രമല്ല, എല്ലാവരും ലോകത്തെമ്പാട് ഉറക്കമൊഴിച്ച്, ലോകത്തെമ്പാട് ഉറക്കമൊഴിക്കുകയാണോ എന്നറിയില്ല, കാരണം ഇന്ത്യയിലാണിത്. രാത്രി സമയം പുലർച്ചെ 3:30 ആയിട്ടുണ്ടായിരുന്നത്. ബാക്കി ലോകത്തിൻ്റെ പല ഭാഗത്തും പകലാണ്. അപ്പോൾ നമ്മളെന്തായാലും ഇന്ത്യക്കാരിങ്ങനെ ഉറക്കമൊഴിച്ച് ഇമചിമ്മാതെ കാത്തിരുന്ന നിമിഷം അങ്ങനെയൊന്ന് മുൻപുണ്ടായിട്ടുണ്ടോ? എന്തായാലും ഈ അടുത്ത കാലത്തൊന്നുമില്ല. പുലർച്ചെ 3:27 ആകാശം മാനവരാശിയുടെ അതിരല്ലെന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തി ഇന്ത്യയുടെ അഭിമാനമായ സുനിത വില്യംസും മറ്റ് 3 ബഹിരാകാശ യാത്രികരും ഡ്രാഗൺ പേടകത്തിൽ മെക്സിക്കൻ ഉൾക്കടലിൽ വന്നിറങ്ങി. നിശ്ചയിച്ചതിൽ നിന്ന് അണുവിട തെറ്റാതെയുള്ള സ്പ്ലാഷ് ഡൗൺ. ഇതൊരു ചരിത്രമാണ്, ചരിത്ര നിമിഷമാണ്. 2:41 ഡി ഓർബിറ്റ് ജ്വലനം തുടങ്ങിയത്. 2:49 ജ്വലനം പൂർത്തിയായി. 3:24 സ്പ്ലാഷ് ഡൗണിലുള്ള പാരച്യൂട്ടുകൾ തുറന്നു. 3:27 സുരക്ഷിതമായ സ്പ്ലാഷ് ഡൗൺ. 3:30 തന്നെ സുരക്ഷാ പരിശോധന. അതേസമയം തന്നെ റിക്കവറി ഷിപ്പ് സജ്ജം. 3:55 ഡ്രാഗൺ പേടകത്തെ സുരക്ഷിതമായി കപ്പലിലേക്ക് മാറ്റുന്നു. 4:08 പേടകത്തിൻ്റെ വാതിൽ തുറന്നു. 4:18 ആദ്യം പുറത്തിറങ്ങിയത് നിക് ഹേഗ്. 4:20 രണ്ടാമതായി അലക്സാണ്ടർ ഗോർബനേവ്. 4:21 മൂന്നാമതായി ഇന്ത്യയുടെ അഭിമാനം സുനിത വില്യംസ്. 4:22 നാലാമതായി ബുച്ച് വിൽമോർ. അങ്ങനെ 4 പേരും സുരക്ഷിതരായി ഭൂമിയിലേക്ക് എത്തുന്നു. വൈദ്യ പരിശോധനയ്ക്കായി 4 പേരെയും മാറ്റിയിരിക്കുന്നു. ഈ ദിവസത്തിൻ്റെ ഏറ്റവും വലിയ മനോഹാരിത, ആകാശം ഒരതിരല്ല, ലോകത്തിന് മുന്നിൽ ഒരൊറ്റ ആകാശമേ ഉള്ളൂ എന്ന് നമ്മളൊക്കെ കണ്ട ദിവസമാണിന്ന്. ലോകം മുഴുവൻ കാത്തിരുന്ന ആ മനോഹരമായ നിമിഷമാണിത്. ശാസ്ത്രം എത്രത്തോളം പുരോഗമിച്ചു എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടത്. ബഹിരാകാശ നിലയത്തിൽ എന്ത് നടക്കുന്നു എന്ന് തത്സമയം കാണുന്നു. ബഹിരാകാശ നിലയത്തിലേക്ക് എത്തുന്ന പുതിയ സംഘാംഗങ്ങളെ സ്വാഗതം ചെയ്യുന്നു, അവരെ ആലിംഗനം ചെയ്യുന്നു, അവർ നേരിട്ട് സംസാരിക്കുന്നു. ഈ ഭൂമിയിലുള്ള നമ്മളുമായി നേരിട്ട് ആശയവിനിമയം നടത്തുന്നു, വാർത്താ സമ്മേളനം നടത്തുന്നു. അതിനൊക്കെ ശേഷം അവരുടെ തിരിച്ചുവരവും നമ്മൾ ഓരോ നിമിഷം എണ്ണി കാത്തിരിക്കുകയായിരുന്നു. 3:27 നിശ്ചയിച്ചതിൽ നിന്ന് ഒരു സെക്കൻഡ് പോലും വ്യത്യാസമില്ലാതെ ഫ്ലോറിഡ തീരത്തോട് ചേർന്ന് മെക്സിക്കൻ ഉൾക്കടലിൽ നാസയുടെ ബഹിരാകാശ യാത്രിക സംഘം തിരിച്ചെത്തിയിരിക്കുന്നു. 8 ദിവസത്തേക്ക് യാത്രയായവരാണ് സുനിത വില്യംസും ബുച്ച് വിൽമോറും. അവർ തിരിച്ചെത്തുന്നത് 9 മാസത്തിന് ശേഷമാണ്. പക്ഷേ സുരക്ഷിതമായി, നമ്മുടെ ശാസ്ത്രം സുരക്ഷിതമായി അവരെ തിരിച്ചെത്തിച്ചിരിക്കുന്നു. ഒരുപാട് ആശങ്കകൾ ഉണ്ടായിരുന്നു, പക്ഷേ ആശങ്കകൾക്കൊക്കെ അപ്പുറത്ത് ശാസ്ത്രം ജയിച്ചിരിക്കുന്നു. 4 പേരെയും സുരക്ഷിതരായി തിരിച്ചെത്തിച്ചിരിക്കുന്നു. വെൽക്കം സുനിത വില്യംസ്. ഈ ഭൂമിയിലേക്ക് തിരികെ സ്വാഗതം. വലിയ വലിയ നേട്ടങ്ങൾ സ്വന്തമാക്കി ഡ്രാഗൺ പേടകം ഭൂമിയിലെത്തുമ്പോൾ അതിൽ ചരിത്രപരമായ ഒരുപാട് നിമിഷങ്ങളുണ്ട്. ആ ചരിത്ര നിമിഷങ്ങൾക്കൊക്കെ സാക്ഷിയാവാൻ
ഭാഗ്യം ചെയ്ത തലമുറയാണ് നമ്മുടേത്. ആ ചരിത്ര നിമിഷങ്ങളെല്ലാം തത്സമയം കണ്ടുകൊണ്ട് ആകാശത്തേക്ക് പോയി ഒരു വാഹനത്തിൽ പോവുകയും മറ്റൊരു വാഹനത്തിൽ തിരികെ വരികയും ചെയ്യുന്ന ആ അപൂർവ കാഴ്ച, ശാസ്ത്രത്തിൻ്റെ വളർച്ച കാണിക്കുന്ന ആ കാഴ്ച നേരിട്ട് കാണാൻ ഭാഗ്യം ചെയ്തൊരു തലമുറയാണ് നമ്മുടേത്. അത് നേരിട്ട് കണ്ട് അവരെ ഹൃദയപൂർവ്വം ഭൂമിയിലേക്ക്, ഈ മണ്ണിലേക്ക് തിരികെ സ്വാഗതം ചെയ്യുന്ന ഒരു പ്രഭാതമാണിത്. എലോൺ മസ്കിനും സ്പേസ് എക്സിനും നാസയ്ക്കും വൈറ്റ് ഹൗസ് നന്ദി പറഞ്ഞിരിക്കുന്നു. എലോൺ മസ്ക് ഡൊണാൾഡ് ട്രംപിനും നന്ദി പറഞ്ഞു. അങ്ങനെ 4 പേരും 9 മാസം നീണ്ട ബഹിരാകാശ ജീവിതത്തിന് ശേഷം സുരക്ഷിതരായി ഭൂമിയിൽ എത്തിയിരിക്കുന്നു. ഭൂമിയിൽ കാൽ കുത്തി എന്ന് പറയാൻ കഴിയില്ല. കാരണം ഭൂമിയിൽ ഇനി അവർ കാൽ വെക്കുന്നത് ഏറെ ദിവസങ്ങൾ നീളുന്ന ഒരു ആരോഗ്യപരമായ മാറ്റങ്ങൾക്കൊക്കെ ശേഷമായിരിക്കും. 4 പേരെയും ഇപ്പോൾ ആദ്യം തന്നെ ആശുപത്രിയിലേക്ക് മാറ്റുകയാണ് ചെയ്യുക. അതൊരു പ്രോട്ടോകോളിൻ്റെ ഭാഗമാണ്. അവർക്ക് ഒരുപാട് ആരോഗ്യ ബുദ്ധിമുട്ടുകൾ, ആരോഗ്യ പ്രശ്നങ്ങളല്ല, അത് ആരോഗ്യ ബുദ്ധിമുട്ടുകളാണ്. ഏതാണ്ട് 0 ഗ്രാവിറ്റി അല്ലെങ്കിൽ മൈനസ് ഗ്രാവിറ്റിയിൽ 9 മാസം കഴിഞ്ഞ് തിരികെ എത്തുമ്പോൾ അവർക്ക് ഭൂമിയിൽ കാൽ കുത്തുന്നത്, നമ്മളെപ്പോലെ സാധാരണ മനുഷ്യരെ പോലെ കാൽ കുത്തി നിൽക്കുന്നതൊക്കെ കുറച്ച് നാൾ കഴിഞ്ഞ് മാത്രം സാധ്യമാവുന്ന കാര്യമാണ്. കേട്ടിട്ടുണ്ട് അവർ ഇനി കുറച്ച് നാൾ കസേരയിലിരുന്നായിരിക്കും അവർക്ക് ഭൂമിയിലേക്ക് ആ കാൽ തൊടുക, അല്ലെങ്കിൽ ആ രീതിയിലുള്ള സാധാരണ കാര്യങ്ങളിലേക്കൊക്കെ വരണമെങ്കിൽ കുറച്ചുകൂടി സമയം ആവശ്യമുണ്ട്. അതിനുശേഷം മാത്രമായിരിക്കും ഒരു സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങുക. പക്ഷേ അവരെ സംബന്ധിച്ച് അതെല്ലാം അവരുടെ ട്രെയിനിങ്ങിൻ്റെ ഭാഗമാണ്. ആ പരിശീലനം നേടിയ ശേഷം തന്നെയാണ് അവർ 4 പേരും ബഹിരാകാശത്തേക്ക് പോയിട്ടുള്ളത്. ദീർഘനാൾ നീണ്ട ദൗത്യത്തിനൊടുവിൽ സുനിത വില്യംസും ബുച്ച് വിൽമോറും ഒരുപാട് ആശങ്കകൾ ഉണ്ടായിരുന്നു. ആ ആശങ്കകൾക്കൊക്കെ ഒടുവിൽ അവർ തിരികെ ഭൂമിയിലേക്ക് എത്തിയിരിക്കുന്നു. ശാസ്ത്രം ജയിച്ചിരിക്കുന്നു. ആ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് ഒരിക്കൽ കൂടി പോകാം. കടലിൽ തൊടുന്നത് മുതൽ തിരികെ കരയിലേക്ക് അവരെ മാറ്റുന്നത് വരെയുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ കണ്ടത്. അപർണ കുറുപ്പ് ന്യൂസ് ഡെസ്കിൽ നിന്ന്. അപർണ, നമ്മുടെ തലമുറ ഭാഗ്യം ചെയ്തവരാണ്. കാരണം നമ്മൾ ആദ്യം പാഠപുസ്തകത്തിലാണ് ബഹിരാകാശ സഞ്ചാരികളെക്കുറിച്ച് വായിച്ചത്. ബഹിരാകാശ പേടകത്തെക്കുറിച്ച് വായിച്ചതൊക്കെ നമ്മൾ 2 പേരും പാഠപുസ്തകങ്ങളിൽ വായിച്ചവരാണ്. നമ്മളിതാ കാണുന്നു ബഹിരാകാശത്ത് നിന്ന് എത്തുന്ന സഞ്ചാരികൾ അതേസമയം അവരെ കരയിലേക്ക് മാറ്റുന്നു. വിജയശ്രീലാളിതരായി തിരിച്ചെത്തുന്ന ബഹിരാകാശ സഞ്ചാരികളെ നേർക്കുനേർ കാണാൻ ഭാഗ്യം ലഭിച്ച ഒരു പ്രഭാതം. ശ്രീജ, സയൻസിനെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ ഈ 2 വാചകങ്ങൾ, ഒരുപക്ഷെ ഭാഗ്യം അതല്ലെങ്കിൽ പ്രാർത്ഥന എന്ന വാക്കുകൾക്ക് സ്ഥാനമുണ്ടോ എന്നൊരു ചോദ്യം പോലും മുന്നിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ നേരത്തെ പറഞ്ഞ പോലെ വളരെ സുന്ദരമായിട്ടുള്ള ഒരു പ്രഭാതത്തിലേക്ക് കിടക്കുന്നത്. സയൻസ് എന്ന് പറയുന്ന ആ ശാസ്ത്രത്തിൻ്റെ എഫർട്ട് എത്രത്തോളം ശരിയാണ് എന്ന് പറയുന്നിടത്ത് ബാക്കിയുള്ള വിശ്വാസ പ്രമാണങ്ങൾക്കൊന്നും സ്ഥാനമുണ്ടാകുന്നില്ല. മനുഷ്യൻ്റെ എഫർട്ടിന് മാത്രമാണ് പ്രാധാന്യമുണ്ടാകുന്നത്. അതാണ് ഫലവത്താകുന്നത് എന്നുള്ളൊരു സന്ദേശം കൂടിയാണോ ഇന്ന് നമുക്ക് മുന്നിൽ എത്തുന്നത് എന്നുള്ളൊരു ചോദ്യം കൂടിയുണ്ട്. അങ്ങനെ അഭിമാനകരമായിട്ട് സയൻസിന് നിൽക്കാൻ കഴിയുന്ന, തലയുയർത്തിപ്പിടിച്ച് നിൽക്കാൻ കഴിയുന്ന ഒരു നിമിഷം കൂടിയാണ്. ആദ്യം തന്നെ ഞാൻ കടക്കുന്നത് നാസയുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റിലേക്കാണ്. ഇപ്പോൾ ഇവർ 4 പേരും ടെക്സസിലെ ഹൂസ്റ്റണിൽ, പ്രത്യേകിച്ച് 4-ൽ കൂടുതൽ ബുച്ച് വിൽമോറും സുനിതയുമാണ് പ്രധാനമായിട്ടും. ഇവർ 2 പേർക്കും നാസയുടെ ജോൺസൺ സ്പേസ് സെൻറ്ററിൽ എത്തിച്ചു. ഇവരെ വൈദ്യപരിശോധനയ്ക്ക് വിധേയരാക്കി. ഒരുപക്ഷെ വലിയ ആശങ്കകളൊക്കെ പറഞ്ഞു കേട്ടിരുന്നു. 287 ദിവസത്തിന് ശേഷം ഭൂമിയിലേക്ക് എത്തുമ്പോൾ ശാരീരികമായിട്ട് ഉണ്ടാകാവുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ചുള്ള ആശങ്കകളാണ് ഈ കഴിഞ്ഞ മണിക്കൂറുകളെല്ലാം ഉയർന്നു കേട്ടിരുന്നത്. അതങ്ങനെ ഭയപ്പെടേണ്ട ആവശ്യമില്ല എന്നും ആരോഗ്യനില ഭേദമാണ് എന്നുള്ള നാസയുടെ അറിയിപ്പാണ് ഒരു 15 മിനിറ്റ് മുമ്പ് വന്നിട്ട്. ഏറ്റവും പുതിയ അപ്ഡേറ്റ് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിലാണ് നമ്മൾ എടുത്ത് പറയേണ്ടത്. പിന്നെ നേരത്തെ ശ്രീജ പറഞ്ഞതുപോലെ തന്നെ ഈ അനിശ്ചിതമായി തുടർന്ന ഈ ബഹിരാകാശ ജീവിതം അത് 9 മാസത്തിനു ശേഷം അവസാനിക്കുമ്പോൾ ഇന്ന് രാവിലെ 3:30 ലോകം മുഴുവൻ ഉറ്റുനോക്കുകയായിരുന്നു. അപ്പോൾ ഈ നേരത്തെ പറഞ്ഞ പോലെ ഈ പ്രാർത്ഥനകൾ തന്നെ അതിനൊപ്പം ഉണ്ടായിരുന്നു. പക്ഷേ സയൻസ് അത് കൃത്യമായിട്ട് പ്ലാൻ ചെയ്തിട്ടാണ് നടപ്പാക്കിയത് എന്ന് തന്നെ പറയണം. നേരത്തെ ശ്രീജ പറഞ്ഞ പോലെ തന്നെ 1 മിനിറ്റ് പോലും വൈകാതെയാണ് ഡ്രാഗൺ പേടകം ഭൂമിയിലെത്തുന്നത്. മെക്സിക്കോ ഉൾക്കടലിൽ ഡ്രാഗൺ പേടകം സുരക്ഷിതമായിട്ട് ലാൻഡ് ചെയ്യുന്നു. സ്പ്ലാഷ് ഡൗണിലൂടെ ലാൻഡ് ചെയ്യുന്നു. അതിൻ്റെ
കടലിൻ്റെ സ്ഥിതിഗതികൾ പോലും നേരത്തെ പരിശോധിച്ച് അതുപോലും ഉറപ്പുവരുത്താൻ കഴിഞ്ഞിരുന്നു എന്നുള്ളത് കൂടി എടുത്തു പറയണം. ലാൻഡ് ചെയ്യുമ്പോൾ തന്നെ സ്പേസ് റിക്കവറി കപ്പൽ ഈ ഡ്രാഗൺ ഷിപ്പിന് അടുത്തേക്ക് എത്തിച്ചേരുന്നു. ഇവരെ ഈ സ്ട്രെച്ചറിലാണ് മാറ്റുന്നത്. കാരണം ഏത് തരത്തിലാണ് ശാരീരിക നില എന്നുള്ള വലിയ ചോദ്യം ഉണ്ടായിരുന്നത് കൊണ്ട് അപ്പോഴും ഒരു മിനിറ്റ് അല്ലെങ്കിൽ ഒരു സെക്കൻഡ് ഇവരെ എഴുന്നേറ്റ് നിൽക്കാൻ ആവശ്യപ്പെടുകയാണ് ചെയ്തത്. അതിനുശേഷമാണ് ഇവരെ സ്ട്രെച്ചറിലാക്കി കൊണ്ടുപോയത്. അപ്പോൾ വളരെ ഒരുപക്ഷെ ഈ 9 മാസത്തിന് ശേഷം തിരിച്ചെത്തുന്ന സുനിത വില്യംസ് ഉൾപ്പെടെയുള്ളവർ ഏറെ സന്തോഷത്തോടുകൂടി ലോകത്തെ അഭിസംബോധന ചെയ്യുന്ന ആ ഒരു കാഴ്ചയും നമ്മൾ കാണുന്നു. നിക് ഹേഗും ബുച്ച് വിൽമോറും ഗോർബനോവും ഒക്കെ അത്രയും സന്തോഷത്തോടു കൂടി, അതായത് ഇതൊരു ആശങ്കയുടെ സ്ഥലമല്ല സയൻസ് മുന്നോട്ട് വെക്കുന്നത് എന്നുള്ളൊരു സന്ദേശം നൽകുകയാണ്. നമ്മൾ അറിയുന്നത് പോലെ ഇവർ പോയത് ക്രൂ 9-ലായതുകൊണ്ട് തന്നെ തിരിച്ച് എത്തുമ്പോൾ സുനിതയും ബുഷ് വിൽമോറും പാസഞ്ചേഴ്സ് മാത്രം ആയിട്ടാണ് തിരികെ വന്നത്. കാരണം സ്റ്റാർലൈനിലെ പരിശീലനം അവർക്ക് ഇതിനകത്തുണ്ടായിരുന്നില്ല. നിക് ഹേഗും ഗോർബനോവുമാണ് ഇത് വാഹനത്തെ നിയന്ത്രിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഇവർ യാത്രക്കാരായിട്ടാണ് സുനിതയും ബുച്ചും തിരികെ എത്തുന്നത്. 287 ദിവസം ISS-ൽ കഴിയേണ്ടി വരുമ്പോൾ 150ഓളം റിസർച്ചുകൾ ഇവർ നടത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ റിസർച്ചുകളുടെ ആകത്തുക എന്താണ്? ഇത്രയേറെ കാലം ബഹിരാകാശത്ത് റിസർച്ച് നടത്തുമ്പോൾ അതിൽ 90 റിസർച്ചുകൾ 90 മണിക്കൂറുകൾ ആണ് നടത്തിയ റിസർച്ച്. 90 മണിക്കൂറുകൾ സ്പേസിൽ റിസർച്ച് നടത്തുക, ഗവേഷണം നടത്താൻ മനുഷ്യകുലത്തിന് കഴിയുക എന്ന് പറയുന്നത് ഒരുപക്ഷെ അസാധ്യമെന്നുള്ള ആ തരത്തിൽ പോലും വിശേഷിപ്പിക്കാവുന്ന ഒരു കാര്യമായിരുന്നു കഴിഞ്ഞ ഒരു 10 വർഷത്തിനിടയിലൊക്കെ. അതാണ് നടന്നിരിക്കുന്നത്. ആ റിസർച്ചിൻ്റെ ആകെത്തുക എന്താണ് വരാൻ പോകുന്നത് എന്നുള്ളത് കൂടെ കാണേണ്ടിയിരിക്കുന്നു. ഇന്ത്യയെ സംബന്ധിച്ചും ഏറെ സന്തോഷകരമായിട്ടുള്ള ഒരു സമയമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം സുനിതയ്ക്ക് വളരെ ഹൃദയം നിറഞ്ഞ കത്തൊക്കെയാണ് എഴുതിയിരുന്നത്. നേരിട്ട് കാണാം, രാജ്യം മുഴുവൻ ഉറ്റുനോക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട്, അതായത് 1000 മൈലുകൾ അകലെയാണെങ്കിലും നിങ്ങൾ ഞങ്ങളുടെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്നു എന്നാണ് നരേന്ദ്രമോദി അല്പം മണിക്കൂറുകൾ മുൻപ് അവരുടെ ദൗത്യം തുടങ്ങുന്നതിന് മുൻപ് സുനിത വില്യംസിന് കത്തയച്ചത്. ഒരു രാജ്യത്തിൻ്റെ പ്രതീകം കൂടിയാണ്. ഏത് തരത്തിലാണ് ഒരു ഹോം കമ്മിങ് മൊമെൻറ്റ് എന്ന് സുനിതയും ബുച്ചും തിരിച്ചെത്തുമ്പോൾ പറയുമ്പോൾ ഇന്ത്യക്ക് കൂടി അതൊരു മറ്റൊരു ഹോം കമ്മിങ് മൊമെൻറ്റ് കൂടിയായിട്ട് മാറുന്ന ഒരു സാഹചര്യമുണ്ട്. വളരെ നെഞ്ചിടിപ്പ് നിറഞ്ഞു നിന്ന നിമിഷങ്ങളൊക്കെ ആയിരുന്നു. എനിക്ക് തോന്നുന്നു ഇത് ഉറ്റുനോക്കുന്നവരൊക്കെ ഈ രാത്രിയിൽ ഏത് തരത്തിലാണ് ഉറങ്ങിയിട്ടുണ്ടാവുക, വലിയൊരു ആശങ്കയുണ്ട്. എനിക്ക് തോന്നുന്നത് ഇന്ന് ബഹിരാകാശ കുതുകികളായ മനുഷ്യരാരും ഈ കഴിഞ്ഞ രാത്രി ഉറങ്ങിയിട്ടുണ്ടാവില്ല. ഇന്ത്യയിലാണ് ഈ സമയം, അമേരിക്കയിൽ ഇത് പകലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തായാലും നമുക്കറിയാവുന്ന ഇന്ന് ഈ സമയം രാത്രിയുള്ള ഒരിടത്തും ഒരാളും ഉറങ്ങിയിട്ടുണ്ടാവില്ല എന്നുള്ളത് ഉറപ്പാണ്. ഇതിനു പിന്നാലെ ഉണ്ടായ ഏറ്റവും രസകരമായ കാര്യം, ഒരുപക്ഷെ ബഹിരാകാശ ദൗത്യം എന്നൊക്കെ പറയുമ്പോൾ അത് രാഷ്ട്രീയത്തിനൊക്കെ അപ്പുറത്താണ്. എപ്പോഴും അതൊരു രാഷ്ട്രത്തിൻ്റെ അല്ലെങ്കിൽ രാഷ്ട്രങ്ങളുടെ വലിയ ആയിട്ടാണ് ഉയർത്തിപ്പിടിക്കാറ്. പക്ഷേ ഇത്തവണ നമ്മൾ കണ്ടത് ഇതിനൊരു രാഷ്ട്രീയത്തിൻ്റെ ഫ്ലേവർ കൂടി ചേരുന്നതാണ്. പ്രത്യേകിച്ച് ട്രംപ് വരുന്നു, മസ്കിനോട് ആവശ്യപ്പെടുന്നു, ബോയിങ്ങിൽ പോയി അവിടെ കുടുങ്ങിപ്പോയവരെ തിരിച്ചു കൊണ്ടുവരാനുള്ള ദൗത്യം നിങ്ങൾക്ക് ഏറ്റെടുത്തുകൂടെ എന്ന് ഇലോൺ മസ്കിനോട് ചോദിക്കുന്നു. ഇലോൺ മസ്ക് വളരെ സന്തോഷത്തോടെ ആ ദൗത്യം ഏറ്റെടുക്കുന്നു. അങ്ങനെ സ്റ്റാർ ലൈനറിൽ പോയ സുനിതയും ബുച്ചും തിരികെ എത്തുന്നത് സ്പേസ് എക്സിൻ്റെ വാഹനത്തിലാണ്. അതായത് ബഹിരാകാശ ശാസ്ത്ര മേഖലയിൽ പകരം വയ്ക്കാനാവാത്ത പേരായ അല്ലെങ്കിൽ ഏറ്റവും ട്രസ്റ്റ്വർത്തിയായ, ഏറ്റവും വിശ്വസിക്കാവുന്ന വാഹനം, വിശ്വസിക്കാവുന്ന ബ്രാൻഡ് എന്ന പേര് കൂടി ഇതോടൊപ്പം ഇലോൺ മസ്കും സ്പേസ് എക്സും നേടിയെടുക്കുകയല്ലേ അപർണ? തീർച്ചയായിട്ടും അത് എടുത്തു പറയണം. എങ്ങനെയാണ് സ്കോർ ചെയ്തിരിക്കുന്നത് മസ്ക് എന്നുള്ളത് ഒരു രാഷ്ട്രീയ വിഷയം കൂടിയാണ്. ട്രംപിനെ സംബന്ധിച്ചിടത്തോളം മസ്ക് സ്കോർ ചെയ്യുമ്പോൾ ട്രംപും സ്കോർ ചെയ്യുന്നു എന്നുള്ളതാണ്. ഇതൊരു ക്യാമ്പയിൻ്റെ സമയത്ത് പോലും ഇവർ കുടുങ്ങിപ്പോയതാണോ അതോ ഇതൊരു എക്സ്റ്റെൻഡഡ് മിഷൻ ആയിരുന്നോ നാസയുടെ എന്നുള്ള ചോദ്യമൊക്കെ സയൻസ് മേഖലകളിൽ നിൽക്കുന്ന സാഹചര്യമുണ്ട്. നമ്മൾ ഈ ഒറ്റയടിക്ക് കാണുന്ന പോലെ അല്ല ഇതിൻ്റെ കാര്യങ്ങളെന്ന് പറയപ്പെടുന്നു. അപ്പോഴും ജോ ബൈഡൻ സർക്കാർ ഇവരെ
സ്പേസിൽ ഉപേക്ഷിച്ചു പോകുകയായിരുന്നു എന്നുള്ളൊരു നിലപാട് പരസ്യമായിട്ട് പ്രഖ്യാപിക്കുകയായിരുന്നു ട്രംപ് തെരഞ്ഞെടുപ്പിന് മുൻപ് വരെ മുൻപ് പോലും അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്തു. അതിനുശേഷമാണ് ഇത് പെട്ടെന്ന് തിരിച്ചു കൊണ്ടുവരണമായിരുന്നു എന്ന് പലതവണ ആവശ്യപ്പെട്ടിട്ടും ബൈഡൻ ഭരണകൂടം ആ ഓഫർ നിരസിച്ചു. അങ്ങനെയാണ് മസ്ക് എക്സിൽ അവകാശപ്പെട്ടത്. അതിനെ ട്രംപ് പൊളിറ്റിക്കലി ബാക്കപ്പ് ചെയ്യുകയും ചെയ്തു. അപ്പം ട്രംപ് ഒപ്പം മസ്ക് എന്നുള്ള ആ ഒരു ഡ്യോ ഈ വിഷയത്തിനകത്ത് എടുത്ത നിലപാട് ഇവർ തിരിച്ചു വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ തന്നെ സ്കോർ ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ ഇതിൽ ഡൊണാൾഡ് ട്രംപ് ഫോക്സ് ന്യൂസിന് അഭിമുഖം കൊടുക്കുന്നു ആ സമയത്ത്. അപ്പം ആ സമയത്ത് ട്രംപും മസ്കും പറഞ്ഞത് രാഷ്ട്രീയ കാരണങ്ങളുണ്ട്. ആ രാഷ്ട്രീയ കാരണങ്ങളുണ്ട് ഈ യാത്രക്കാരെ ബഹിരാകാശത്ത് ഉപേക്ഷിക്കാൻ എന്നുള്ളതാണ്. അതായത് തികച്ചും ഒരു സയൻസിൽ നിന്നും മാറി അമേരിക്കയുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇതൊരു പൊളിറ്റിക്കൽ വിഷയമായി മാറുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. ട്രംപ് തിരികെ ഭരണത്തിൽ എത്തുകയും ചെയ്യുമ്പോഴും ഇത് എല്ലാം കൂട്ടിച്ചേർത്ത് വായിക്കണം. ഈ ഒരു കാലഘട്ടത്തിൽ കൂടിയാണല്ലോ ഇത് നടക്കുന്നത്. അപ്പം ഇതും അതിൻ്റെ ഭാഗമായി വരുന്നു. ഇനി അത് കഴിഞ്ഞിട്ട് അന്ന് ഈ ഫോക്സ് ന്യൂസിൻ്റെ അഭിമുഖത്തിൽ മസ്ക് തന്നെ ആവശ്യപ്പെടുന്നുണ്ട്, യാത്രക്കാരെ നിങ്ങൾ തിരികെ എത്തിക്കൂ എന്നുള്ള അത് ആവശ്യപ്പെടുകയാണ്. പിന്നെ ഇപ്പം നമ്മൾ ഈ ബഹിരാകാശ ദൗത്യത്തിനെ കുറിച്ച് പറയുമ്പോൾ ഈ സെപ്റ്റംബറിൽ ഒരു സ്പേസ് എക്സിൻ്റെ തന്നെ ഒരു ഡ്രാഗൺ ക്യാപ്സൂളിലാണ് ഈ ഹേഗും ഗോർബനോവും ബഹിരാകാശ നിലയത്തിൽ പോകേണ്ടത്. ഈ സാധാരണ 4 പാസഞ്ചേഴ്സായിട്ട് പോകേണ്ട ദൗത്യമാണ്. എന്നാൽ സ്പേസ് എക്സും നാസയും 2 പേര് മാത്രമായിട്ട് പറന്നാൽ മതി എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് കടക്കുന്നു. അതായത് അത് മസ്കിൻ്റെ ദീർഘദർശിത്വം അല്ലെങ്കിൽ മസ്കിൻ്റെ ഒരു ഗോള് കൂടിയാണ്. അവിടെ 4 പേര് പോകേണ്ടടുത്ത് 2 പേര് പോയാൽ മതി. 2 സീറ്റ് ഒഴിവാക്കിക്കൊണ്ട് എക്സ് ഡ്രാഗൺ ക്യാപ്സൂൾ സെപ്റ്റംബറിൽ പോകുമ്പോൾ തന്നെ ഇതാണ് സ്കോർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ശ്രീജ, അമേരിക്കൻ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് അതിനുശേഷമാണ്. അല്ലെങ്കിൽ ആ ഒരു ഡെമോക്രാറ്റിക് തീരുമാനങ്ങൾ ജനങ്ങൾ എടുക്കുന്നതിന് ശേഷമാണെന്ന് ആലോചിക്കണം. അതായത് ഒരു മുഴമല്ല, ഒരു 5-6 മുഴം മുന്നേ മസ്ക് എറിയാണ്. അങ്ങനെ 2 സീറ്റ് ഒഴിവാക്കിക്കൊണ്ടാണ് എക്സ് ഡ്രാഗൺ ക്യാപ്സൂൾ പോകുന്നത്. ബുച്ചിനും സുനിതയ്ക്കും ഭൂമിയിലേക്ക് മടങ്ങാൻ 2 സീറ്റ് ഈ പേടകത്തിൽ ബാക്കിയാകുന്നു. ഹേഗും ഗോർബനോവും എത്തുന്നു. അവരുടെ ക്രൂ 9-ൽ മറ്റ് 2 പേരെയും ഉൾപ്പെടുത്തുന്നു എന്നുള്ളതാണ്. ക്രൂ ഡ്രാഗൺ ബഹിരാകാശ പടത്തിൻ്റെ ഏറ്റവും വലിയ അവരുടെ ഒരു മെറിറ്റിൻ്റെ ഏറ്റവും വലിയ തെളിവായിട്ട് ഇത് മാറുന്നു. അതിൽ ഈ മിനിറ്റുകളിൽ സംഭവിക്കുന്നത് നാസയുടെ ഒരു നിർണായക ഘട്ടമുണ്ടാകുമ്പോൾ കൃത്യമായി സഹായം ലഭ്യമാക്കാൻ തനിക്ക് കഴിഞ്ഞു എന്നുള്ളൊരു അവകാശവാദം സ്പേസ് എക്സിന് ഉന്നയിക്കാം. സ്പേസ് എക്സ് അത് ഉന്നയിക്കുന്നുണ്ട്. ഇതൊരു വാണിജ്യ ക്രൂ പ്രോഗ്രാമാണ് സ്പേസ് എക്സ് സംബന്ധിച്ചിടത്തോളം. അതിൽ നിർണായക ഭാഗമായിട്ട് സ്പേസ് എക്സ് മാറുന്നു. പിന്നെ ഈ മത്സരത്തിലുണ്ടായിരുന്ന ബോയിങ്ങിൻ്റെ സ്റ്റാർ ലൈനറിന് ഫോൾട്ട് സംഭവിക്കുന്നു, മാൽഫാക്ചർ ഉണ്ടാകുന്നു. സ്റ്റാർ ലൈനർ അവിടെ കുടുങ്ങിക്കിടക്കുന്ന ഒരവസ്ഥ വരുന്നു. അപ്പോൾ ഈ സ്റ്റാർ ലൈനർ സംഭവിക്കുന്ന കാലതാമസമുണ്ട്, ഇതിൻ്റെ സാങ്കേതിക പരാജയങ്ങളുണ്ട്. ചിത്രത്തിൽ നിന്ന് ഈ മത്സര രംഗത്തുണ്ടായിരുന്ന ബോയിങ് ഇതിനകത്തുനിന്ന് ഇല്ലാതാകുകയും ചെയ്യുന്നു. അതായത് അനിഷേധ്യമായിട്ട് ഈ കൊമേഴ്ഷ്യൽ ക്രൂ പ്രോഗ്രാമിൻ്റെ ഏറ്റവും വലിയ ശക്തിയായി സ്പേസ് എക്സ് മാറുന്നു. സ്പേസ് എക്സ് എന്ന് പറയുന്നത് ഇലോൺ മസ്ക് മാറുന്നു. ഒപ്പം ഡൊണാൾഡ് ട്രംപിൻ്റെ ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം വാണിജ്യപരമായിട്ട് എടുക്കുന്ന നിലപാടുകൾ, അത്തരം ചില തിരിച്ചടികൾ, തീരുവ വർദ്ധിപ്പിക്കലൊക്കെ വലിയ തരത്തിൽ വിമർശനങ്ങൾ യൂറോപ്യൻ യൂണിയൻ്റെ ഭാഗത്തു നിന്നൊക്കെ നേരിടുന്ന സമയത്ത് കൂടിയാണ് ഈ ഒരൊറ്റ നീക്കത്തിലൂടെ പരിഹരിക്കാൻ കഴിയുന്നത്, അല്ലെങ്കിൽ മുഖം രക്ഷിക്കാൻ ഡൊണാൾഡ് ട്രംപിന് കഴിയുന്നു. അതിന് കാരണമാകുന്നത് മസ്ക് തന്നെയാണ്. മറ്റൊരു കാര്യം, ഇപ്പോൾ ഇലോൺ മസ്ക് റീപോസ്റ്റ് ചെയ്തിരിക്കുന്ന ഇത് തന്നെ എക്സിനകത്തുള്ളത്, ട്രംപ് ഒരു പ്രോമിസ് കൊടുക്കുന്നു, ആ പ്രോമിസ് ഇതാ നടപ്പിലാക്കി എന്നുള്ള ആ പഴയ എക്സ്പോസ്റ്റ് റീപോസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഒപ്പം ബുച്ച് വിൽമോറും സുനിത വില്യംസും ട്രംപിനോട് നന്ദി പറയുന്ന വീഡിയോ ഉണ്ട്. അതും എക്സ് പേജിൽ പിൻ ചെയ്തിട്ടിരിക്കുകയാണ് മസ്ക്. അപ്പോൾ എന്താണ് സ്കോർ ചെയ്തിരിക്കുന്നത് അത് വളരെ കൃത്യമായിട്ട് നടന്നിട്ടുണ്ട്. പിന്നെ ഈ അതേസമയം ഡൊണാൾഡ് ട്രംപും മസ്കും ബൈഡൻ ഭരണകൂടം ഇവരെ ഉപേക്ഷിച്ചിട്ട് പോയി എന്നുള്ളതൊരു രാഷ്ട്രീയ ആരോപണം നടത്തിയത് നാസയും മറ്റ് ആസ്ട്രോണട്സും ഇതിനെ വളരെ ശക്തമായി
വ്യക്തമായിട്ട് നിഷേധിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ബഹിരാകാശത്ത് കുടുങ്ങിപ്പോയി എന്നുള്ളൊരു വാദം ഇപ്പോഴും നാസ അത് അംഗീകരിച്ചിട്ടില്ല. 9 മാസത്തേക്ക്, ഒരാഴ്ചയിൽ നിന്ന് 9 മാസത്തേക്ക് നീട്ടിയപ്പോഴും എക്സ്റ്റെൻഡഡ് മിഷൻ എന്നാണ് നാസ പറയുന്നത്. സാധാരണ നടത്തിയ ഒരു ജോലിയുടെ ഭാഗമായിട്ടാണ് എന്നുള്ള കാര്യമൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ശ്രീജ, നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഇതിൽ കൃത്യമായി ഇവർ തിരിച്ചെത്തി എന്നുള്ള ആശ്വാസത്തിനപ്പുറത്തേക്ക് ഒരു പൊളിറ്റിക്കൽ മൂവ്മെൻറ്റ്, ഒരു പൊളിറ്റിക്കൽ ഗെയിൻ കൃത്യമായിട്ട് എടുക്കാൻ മസ്ക് എന്നാൽ ഡൊണാൾഡ് ട്രംപിനും കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള ഒരു മൈൽ സ്റ്റോൺ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ട്വിസ്റ്റ് കൂടി ഇതിനകത്ത് സംഭവിക്കുന്നുണ്ട്. തീർച്ചയായും ഒരുപക്ഷെ ഈ മിഷനിലെ ഒരു ഘട്ടത്തിലും നാസയോ സുനിത വില്യംസോ അല്ലെങ്കിൽ ബഹിരാകാശ യാത്രികരോ ഇത് കുടുങ്ങിപ്പോയി എന്ന ആ വാക്ക് ഉപയോഗിച്ചിട്ടില്ല. അവർ അതിനെ അങ്ങനെ കണ്ടിട്ടില്ല. പകരം എക്സ്റ്റെൻഡഡ് മിഷൻ എന്ന തരത്തിലാണ് അവരിതിനെ കണ്ടിട്ടുള്ളത്. 8 ദിവസത്തേക്കാണ് പോയതെങ്കിലും സാങ്കേതിക പ്രശ്നങ്ങളെ തുടർന്ന് അവിടെ ബഹിരാകാശ നിലയത്തിൽ തുടരേണ്ടി വന്നു. ബഹിരാകാശ നിലയത്തിൻ്റെ കമാൻഡർ ചുമതല ഏറ്റെടുക്കേണ്ടി വന്ന സുനിത പിന്നീടുള്ള ദിവസങ്ങളിൽ വലിയ പരീക്ഷണങ്ങളാണ് നടത്തിയിട്ടുള്ളത്. ഒരുപക്ഷെ ഒരു ബഹിരാകാശ സഞ്ചാരിയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കൂടുതൽ സമയം അവിടെ ചെലവഴിക്കാൻ കഴിയുക, കൂടുതൽ പരീക്ഷണങ്ങൾ നടത്തുക, കൂടുതൽ ഗവേഷണങ്ങൾ നടത്തുക എന്നതാണ്. അങ്ങനെ നോക്കിയാൽ സുനിത വില്യംസ് എന്ന ബഹിരാകാശ സഞ്ചാരി ചരിത്രപരമായ ഒരു ദൗത്യം നിർവഹിച്ചാണ് മടങ്ങിയെത്തുന്നത്. വളരെ നിർണായകമായ പരീക്ഷണങ്ങൾ ഈ കാലയളവിൽ അവിടെ നടത്താൻ അവർക്ക് കഴിഞ്ഞു. അതിനുശേഷം മടങ്ങിയെത്തുമ്പോൾ അവരെ സംബന്ധിച്ച് അതൊരു വളരെ കർത്തവ്യനിരതമായ 9 മാസങ്ങളാണ്, അല്ലെങ്കിൽ ഏറ്റവും ക്രിയാത്മകമായ 9 മാസങ്ങളാണ് അവർ ചെലവിട്ടതെന്ന് പറയാം. നമ്മൾ സാധാരണ മനുഷ്യരെ സംബന്ധിച്ചാണ് അവർ അവിടെ കുടുങ്ങിപ്പോയി എന്ന് പറയുന്ന ഒരു വാദമുള്ളത്. പക്ഷേ നാസ ഒരിക്കൽ പോലും സ്ട്രാൻഡഡ് എന്ന വാക്ക് അവർ ഒരിക്കൽ പോലും ഉപയോഗിച്ചിട്ടില്ല. പകരം അവർ ഉപയോഗിക്കുന്നത് എക്സ്റ്റെൻഡഡ് മിഷൻ എന്ന വാക്ക് മാത്രമാണ്. അതായത് നീണ്ടുപോയ ദൗത്യം എന്നൊരു വാക്ക് മാത്രമാണ്. ഇതിനിടയിൽ സാധാരണ മനുഷ്യർ പലപ്പോഴും ആശങ്കപ്പെട്ടു. അത് സുനിത വില്യംസിൻ്റെയും ബുച്ച് വിൽമോറിൻ്റെയും ആരോഗ്യാവസ്ഥയെ സംബന്ധിച്ച്, അവിടെ കൂടുതൽ സമയം തുടർന്നാൽ ഉണ്ടാകുന്ന മറ്റ് ബുദ്ധിമുട്ടുകളെക്കുറിച്ചൊക്കെ നമ്മൾ പലപ്പോഴും ആശങ്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ എപ്പോഴും അവിടെ നിന്നുള്ള വീഡിയോ ടെലികാസ്റ്റുകളിൽ സുനിത പ്രത്യക്ഷപ്പെട്ടത് എപ്പോഴും വളരെ ആത്മവിശ്വാസത്തോടെയാണ്, വളരെ സന്തോഷവതിയായിട്ടാണ്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ സന്തോഷ നിമിഷങ്ങളായിരുന്നു അപർണ. കഴിഞ്ഞ ദിവസം നമ്മൾ ഈ ക്രൂ 10 ദൗത്യ സംഘം അവിടെ എത്തിയപ്പോഴുള്ള ആ നൃത്തം ചെയ്തുകൊണ്ട് സുനിത ക്യാപ്സ്യൂളിൽ നിന്ന് ഉള്ള ആ ദൃശ്യങ്ങൾ ഒരുപക്ഷെ നമ്മുടെയൊക്കെ മനസ്സിൽ എക്കാലവും നിലനിൽക്കുന്ന കുറച്ച് വിഷ്വൽസ് ആയിരിക്കും അല്ലേ അത്? തീർച്ചയായിട്ടും ഈ സന്തോഷത്തിൻ്റെ അതാണ് ശ്രീജ, ഞാനും അത് തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു. നമ്മൾ നോക്കും ഈ സന്തോഷം, അത് വിണ്ണിലും സന്തോഷം മണ്ണിലും സന്തോഷം എന്നൊക്കെ നമ്മൾ പാട്ടൊക്കെ പാടുന്നത് അത് ഏകദേശം ആ തരത്തിലൊക്കെ അത് അവിടെ സ്പേസിലുള്ള ഈ സന്തോഷകരമായ എത്ര പ്ലസൻ്റ് ആയിട്ടാണ് അവർ അവിടെ തുടർന്ന സമയത്തും ഇത് കുടുങ്ങിപ്പോകുമോ, ഇത് തിരിച്ചെത്തുമോ എന്ന തരത്തിൽ പല ആർട്ടിക്കിളൊക്കെ വരുന്ന സമയത്ത് പോലും വളരെ പ്ലസൻ്റ് അല്ലാതെ നമ്മൾ ഈ ആസ്ട്രോണറ്റുകളുടെ മുഖം കണ്ടിട്ടില്ല. വാർത്താ സമ്മേളനം പോലും അവിടെ നിന്ന് നടത്തുമ്പോൾ നാസ പറഞ്ഞത് തന്നെയായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവും. അതൊരു എക്സ്റ്റെൻഡഡ് മിഷനാണ്, അതിന് കഴിയുമോ, അത് എത്രത്തോളം കഴിയും എന്നുള്ളതിൻ്റെ ഒരു പ്രൂഫായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. അതുകൊണ്ടായിരിക്കണം അങ്ങനെ അത്രയും ഒരു പക്ഷേ ലൈറ്റ് ഹാർട്ടഡ് എന്നോ അല്ലെങ്കിൽ കോൺഫിഡൻ്റ് ആയിട്ടോ ഒക്കെ അവർക്ക് ക്യാമറകളെ അഭിമുഖീകരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് എന്ന് പറയണം. സന്തോഷത്തിൻ്റെ ഒരുപാട് ഇത് വരണം. നേരത്തെ ഞാൻ പറഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കത്തിനെ കുറിച്ച്. ഇന്ത്യയിൽ വലിയ ആഘോഷമാണ്. ഇപ്പം സുനിത വില്യംസിൻ്റെ ജന്മനാടായ ആ ഒരു ഇന്ത്യൻ കണക്ഷൻ ഉണ്ടല്ലോ, ആ ജുലാസൻ എന്ന് പറയുന്ന വില്ലേജിൽ പടക്കം പൊട്ടിച്ച് ആഘോഷിക്കുന്നു. അങ്ങനെ വലിയ തരത്തിൽ ആ ഇന്ത്യൻ ഒരു കണക്ഷൻ അത് ആഘോഷിക്കുകയാണ്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അതിൻ്റെ ഒരു ഹാപ്പി മൊമെൻറ്റ്സ് അത് എത്രത്തോളം ചെയർഫുള്ളാക്കി കൊണ്ടു നടക്കുന്നു എന്നുള്ളപ്പോൾ ഇത് നാസ ഇത് ഏത് തരത്തിലാണ് ഈ സന്തോഷത്തെ കാണുന്നത് എന്നുള്ളത് നേരത്തെ പറഞ്ഞ പോലത്തെ ആ റിസർച്ചുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏത് തരത്തിലാണ് അതിൻ്റെ റിസൾട്ടുകൾ വരുന്നത് എന്നുള്ളത് തന്നെയാണ്. ഒരു അസാധാരണമായിട്ടുള്ള ഒരു സ്പേസ് മിഷൻ നടക്കുന്നു. 150 പരീക്ഷണങ്ങൾ നടക്കുന്നു. അതെന്താണ്, അത് ഏതൊക്കെ കാര്യങ്ങളിലാണ് ആ പരീക്ഷണങ്ങൾ നടന്നിരിക്കുന്നത് എന്നത് വലിയൊരു വിഷയമാണ്. അത് എന്തിനെക്കുറിച്ചിട്ടാണ് നടന്നിരിക്കുന്നത്? ഒരുപാട് ചോദ്യങ്ങൾ ബാക്കി നിൽക്കുന്ന പരീക്ഷണങ്ങൾ ബഹിരാകാശത്ത് നടക്കുമ്പോൾ അതിൽ
അതിൽ കോസ്മിക് സാന്നിധ്യം അടക്കമുള്ള വിഷയങ്ങളുണ്ട്. ഇത് എന്തെങ്കിലും അതിനകത്തുണ്ടായിട്ടുണ്ടോ? ഈ 900 മണിക്കൂർ റിസർച്ചാണ് നടന്നിരിക്കുന്നത്. ഈ 900 മണിക്കൂർ റിസർച്ചിനകത്ത് ഏത് തരത്തിലാണ് ISS പരീക്ഷണങ്ങൾ നടത്തിയിരിക്കുന്നത് എന്നുള്ള 150 റിസർച്ചുകൾ 150 പരീക്ഷണങ്ങൾ ഇതിനകത്ത് നടന്നു. ഇത് പ്രധാനമായിട്ടും ഈ ബയോളജിക്കൽ സിസ്റ്റത്തിൻ്റെ മൈക്രോഗ്രാവിറ്റി അത് ഒരുപാട് സമയം സ്പേസ് ട്രാവൽ വരുമ്പോൾ അതെങ്ങനെയാണ് പുതിയ ടെക്നോളജി ഇതിനെ ബാധിക്കുന്നത്, ആ തരത്തിലുള്ള കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. എടുത്തു പറയുന്നത് ഒരുപക്ഷെ ശാസ്ത്ര മേഖലയിലുള്ള വിദഗ്ധർക്കായിരിക്കും ഈ പരീക്ഷണങ്ങളെക്കുറിച്ച് കൂടുതൽ പറയാൻ കഴിയുക. നമുക്ക് പുറമേ നിന്ന് പറയുന്ന വിഷയങ്ങൾ കൂടിയാണ്. യൂറോപ്യൻ എൻഹാൻസ്ഡ് എക്സ്പ്ലോറേഷൻ എക്സസൈസ് ഡിവൈസ് E4D, അതായത് ഈ ബഹിരാകാശത്തെത്തുന്ന ആസ്ട്രോണറ്റുകളുടെ ആരോഗ്യം സ്പേസിൽ ഭേദമാക്കാൻ സഹായിക്കുന്ന സൈക്ലിങ്, റോവിങ്, അങ്ങനത്തെയുള്ള എക്സസൈസുകളൊക്കെ കൂടെ ഇത്തരം കാര്യങ്ങളിലൊക്കെ സിഗ്നിഫിക്കൻ്റ് എക്സ്പെരിമെൻറ്റ്സ് നടന്നിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും കൂടുതൽ സമയം നമ്മൾ ഇപ്പോൾ ബഹിരാകാശത്തേക്ക് കൂടി ഒരു വാസസ്ഥലം ഉണ്ടാക്കാൻ കഴിയുമോ എന്നുള്ളതൊക്കെ സയൻസ് ഫിക്ഷൻ സിനിമകൾ മാത്രമായിട്ട് തീരുകയില്ല എന്നൊക്കെ മസ്ക് തന്നെ അവകാശപ്പെടുന്ന ഒരു സമയത്ത് ഇതെത്ര സമയമാണ് ഈ ഗ്രാവിറ്റിയുടെ പ്രതലത്തിൽ നിന്ന് മാറി നിന്ന് ഇവർക്ക് നിൽക്കാൻ കഴിയുന്നത്? ഇത് മനുഷ്യകുലത്തിന് അത് സർവൈവ് ചെയ്യാൻ കഴിയുമോ? ഇത് ആയുസ്സിനെയും ആരോഗ്യത്തെയും ഏത് തരത്തിൽ ബാധിക്കും? അങ്ങനെ ഒരുപാട് സമയം കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോൾ അത് സർവൈവ് ചെയ്യാൻ കഴിയുമോ എന്നുള്ളൊരു ചോദ്യമൊക്കെ ഉണ്ട്. അപ്പോൾ ആ വിഷയത്തിലാണ് കൂടുതൽ പരീക്ഷണങ്ങൾ നടന്നിരിക്കുന്നത് എന്നാണ്. അതായത് മനുഷ്യൻ ബഹിരാകാശത്ത് കൂടുതൽ സമയം ജീവിക്കാനുള്ള ഒരു സാഹചര്യം അതേത് തരത്തിലാണ്, അത് സംബന്ധിച്ചുള്ള പരീക്ഷണങ്ങൾ നടക്കുന്നു. അങ്ങനെയുള്ള ഒരു പരീക്ഷണത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്? അപ്പോൾ അങ്ങനെ മേ ബി ഇപ്പോഴല്ലെങ്കിൽ പോലും ഒരു ദീർഘദൂരമല്ലാത്ത ഒരു ഭാവിയിൽ അങ്ങനെ ഒരു പുതിയ വാസസ്ഥലമായിട്ട് കൂടുതൽ പേർ പോകാനുള്ളൊരു സാധ്യതയുണ്ടോ? എന്തായിരിക്കും ഒരു 100 വർഷത്തിനുള്ളിൽ സംഭവിക്കുക എന്നുള്ളൊരു ചോദ്യമൊക്കെ ഉണ്ട്. ആ പരീക്ഷണമാണോ അവിടെ നടന്നിരിക്കുന്നത് എന്ന്. മറ്റൊരു വളരെ പ്രധാനപ്പെട്ടത്, വളരെ വളരെ ആശാവഹമാണ് എന്ന് പറയുന്ന ഒരു പരീക്ഷണം നടന്നിരിക്കുന്നത് സ്പേസിൽ ചെടികൾ വളർത്താനും മൈക്രോബ്സിനെ കുറിച്ച് പഠിക്കാനുമുള്ള ഒരു പരീക്ഷണം നടന്നിരിക്കുന്നു എന്ന് പറയുന്നു. റെഡ് റൊമൈൻ ലെറ്റൂസിൻ്റെ റെഡ് റൊമൈൻ എന്ന് വിളിക്കുന്ന ആ ഒരു വിഭാഗത്തിലുള്ള ഒരു ചെടി ഇവർ ISS വളർത്തിയെടുത്തു എന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ പരീക്ഷണങ്ങളുടെയൊക്കെ കൂടുതൽ വിശദാംശങ്ങൾ വരാനുണ്ട്, എന്തൊക്കെ ചെയ്തു എന്നൊക്കെ അവർ തന്നെ വിശദീകരിക്കുന്ന ഒരു ദിവസം ഉണ്ടാവും. സുനിത വില്യംസിൻ്റെ ശബ്ദം കേൾക്കാൻ, സുനിതയുടെയും ബുച്ചിൻ്റെയും ശബ്ദം കേൾക്കാൻ നമുക്ക് കാതോർത്ത് തന്നെ ഇരിക്കാം. എന്തായാലും സുരക്ഷിതരായി 4 പേരും ഭൂമിയിലെത്തിയിരിക്കുന്നു, ഭൂമിയെ തൊട്ടിരിക്കുന്നു. ആ സന്തോഷമാണ് ഈ ദിവസം പുലരുമ്പോൾ നമ്മളെയൊക്കെ നയിക്കുന്നത്. ഇപ്പോൾ ശാസ്ത്ര നിരീക്ഷകനായ ശ്രീ ഷാബു പ്രസാദ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ഷാബു പ്രസാദ്, ഗുഡ് മോർണിംഗ്. നമുക്ക് ഹൃദയം നിറഞ്ഞ് ഗുഡ് മോർണിംഗ് എന്നൊക്കെ പറയാൻ പറ്റുന്നത് വളരെ കുറഞ്ഞ സമയത്തായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് നമ്മളെ സംബന്ധിച്ച് ഒരുപാട് കാര്യങ്ങളൊക്കെ മനസ്സിലുണ്ടാവും. പക്ഷേ ഇന്ന് ഒരു ഗുഡ് മോർണിംഗ് തന്നെയാണ് അല്ലേ? 100%. ഞാൻ 2 മണിക്ക് എഴുന്നേറ്റതാണ്. 2 മണി മുതൽ ഇതിന്റെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഒടുവിൽ ആ പേടകം സ്പ്ലാഷ് ഡൗൺ ചെയ്ത് അതിങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ ഒഴുകി കിടക്കുന്നത് കണ്ട് അതിനുശേഷമാണ് പിന്നെ കുറച്ചു നേരം ഒന്ന് കിടന്നത്. വളരെ 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 സന്തോഷം. ഇതുപോലൊരു സന്തോഷം അനുഭവിച്ചത് കഴിഞ്ഞ വർഷം നമ്മുടെ ചന്ദ്രയാൻ അവിടെ ലാൻഡ് ചെയ്ത ദിവസം, ആ ഒരു സമയമാണ്. പിന്നെ മറ്റൊരു കാര്യം, ഇതിൻ്റെ അകത്ത് നമ്മൾ ഈ ലോകം മുഴുവൻ ഈ ഒരു സംഭവത്തിന് വളരെ ഹൈപ്പ് കിട്ടി എന്നുള്ളത് ഒഴിച്ചാൽ, കാര്യം 8 ദിവസത്തേക്ക് പോയവർ 8 മാസം അവിടെ തങ്ങേണ്ടി വന്നു എന്നത് മാത്രമാണ് ഇതിൻ്റെ അകത്തെ ഒരു വാർത്താ പ്രാധാന്യം ഉണ്ടാക്കിയ സംഭവം എന്ന് പറയുന്നത്. അല്ലാതെ ഇവരെ സംബന്ധിച്ചിടത്തോളം, ഈ സുനിത വില്യംസിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം ബഹിരാകാശത്തൊന്ന് പോയി വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുന്ന് തിരുവനന്തപുരത്ത് നിന്ന് കോട്ടയം വരെ പോയി വരുന്നത് പോലെയുള്ള ആ കാര്യമേ അവർക്കുള്ളൂ. കാര്യം അവർ എത്രയോ പ്രാവശ്യം പോയി വന്നതാണ്. വൺ ഓഫ് ദ സീനിയർ മോസ്റ്റ് അസ്ട്രോനോട്ടാണ്. അതുകൊണ്ട് അവരെ ഈ പറഞ്ഞ വിവാദമൊന്നും ടെൻഷൻ മുഴുവൻ നമ്മളെ പോലുള്ള സാധാരണക്കാർക്കായിരുന്നു. 59 വയസ്സാണ്. 59 വയസ്സിൽ നമ്മുടെ നാട്ടിൽ നമ്മളൊരു സ്ത്രീയൊക്കെ ജീവിതത്തിന്റെ മുക്കാലും കഴിഞ്ഞു എന്ന് കരുതി വിശ്രമ ജീവിതത്തിലേക്ക് കടക്കുമ്പോഴാണ് സുനിത വില്യംസ്
ബഹിരാകാശത്ത് പോയി ഒരു 9 മാസം താമസിച്ച് മകൻ്റെ വീട്ടിലൊക്കെ പോയി അല്ലെങ്കിൽ മകളുടെ വീട്ടിലൊക്കെ പോയി വരുന്നു എന്നൊക്കെ പറയുന്ന മാതിരി നമ്മൾ തമാശയ്ക്ക് പറയുകയാണെങ്കിൽ 59-ാം വയസ്സിൽ ഇത്ര ആക്റ്റീവായി ലോകം മുഴുവൻ കൊതിക്കുന്ന, ലോകം മുഴുവൻ കാത്തിരിക്കുന്ന ഒരു ദൗത്യത്തിൻ്റെ ഭാഗമാവുക എന്നൊക്കെ പറയുമ്പോൾ അത് ശരിക്കും ഇന്നലെ പ്രധാനമന്ത്രി പറഞ്ഞതുപോലെ ഇന്ത്യയുടെ പുത്രി, ലോകത്തിൻ്റെ മുഴുവൻ അഭിമാനം അല്ലേ? അത് സംശയം എന്താണ്? കാര്യം പ്രായം എന്നൊക്കെ പറയുന്നത് ഇറ്റ് ഈസ് ജസ്റ്റ് എ നമ്പർ എന്നാണ് സുനിത വില്യംസ് വീണ്ടും തെളിയിച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, അവർക്കിപ്പം ബഹിരാകാശത്ത് പോയി വരിക, ISS പോയി വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ മോൻ്റെയോ മോളുടെ വീട്ടിൽ അല്ലെങ്കിൽ സ്വന്തം വീട്ടിൽ നിന്ന് പോയി വരിക എന്ന് പറഞ്ഞതുപോലെ അത്രമാത്രം അവരെ സംബന്ധിച്ചുള്ള സിമ്പിളായിട്ടുള്ള കാര്യമാണ്. എന്തായാലും പറഞ്ഞല്ലോ, കാര്യം ഇത് വലിയ വളരെ നന്നായി. ഇതിൻ്റെ ഒരു പോസിറ്റീവ് വശമാണ് കാണേണ്ടത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാര്യം ഈ ഒരു ആദ്യമായിട്ടാണ്, ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു ബഹിരാകാശ ദൗത്യം അല്ലെങ്കിൽ ഇത്ര വലിയ ഒരു മനുഷ്യരും കൂടി ഉൾപ്പെട്ട ഒരു സംഭവം ഇത്ര വലിയ ചർച്ചയായി മാറുന്നത് ആദ്യമായിട്ടാണ്. എൻ്റെ ഒരു ഓർമ്മയിൽ ആദ്യമായിട്ടാണ്. ഇതിനു മുമ്പ് പണ്ട് കൊളംബിയ ദുരന്തം ഉണ്ടായ സമയത്ത്, പക്ഷെ അന്നൊന്നും ഈ സോഷ്യൽ മീഡിയ ഒന്നും ഇത്ര ശക്തമായിരുന്നില്ല. പ്രിന്റഡ് മീഡിയ ഇല്ലായിരുന്നു കൂടുതലുണ്ടായിരുന്നത്. അത് ദുഃഖകരമായൊരു സംഭവമായിരുന്നു. അതിനുശേഷം ഇത്ര വലിയ, അതായത് ഇന്നിപ്പം നമ്മളൊന്ന് റോഡിൽ ഇറങ്ങി നടന്നു കഴിഞ്ഞാൽ ബസ്സിലെയും ട്രെയിനിലെയും ഒക്കെ പ്രധാനപ്പെട്ട സംഭാഷണ വിഷയം കുറച്ച് കാലമായിട്ട് ഈ സുനിത വില്യംസ് ആണ്. അത് വളരെ രസകരമാണ്. അയ്യോ, ഇനി അവർ എന്ത് ചെയ്യും, പാവങ്ങൾ അവിടെ കുടുങ്ങിപ്പോയി, നമ്മൾ ഇവിടെ പണ്ട് തായ്ലൻഡിലൊരു ഗുഹ കുറച്ച് കുട്ടികൾ പെട്ടുപോയില്ലേ എന്ന് പറഞ്ഞ പോലെ ഈ ഖനിയിലൊക്കെ ആൾക്കാർ കുടുങ്ങിപ്പോയ പോലെ ഇനി കുടുങ്ങിപ്പോയല്ലോ, ഇനി എന്ത് ചെയ്യും, അവർ ഇനി തിരിച്ചു വരുമോ, ഈ അമേരിക്കൻ ഭരണകൂടത്തിനെ കൊണ്ട് എന്തിനു കൊള്ളാം, അവർ എന്തൊരു കഷ്ടമാണ് ചെയ്യുന്നത്, 2 പാവപ്പെട്ട മനുഷ്യരെ അങ്ങോട്ട് അയച്ചിട്ട് തിരിഞ്ഞു നോക്കുന്നുണ്ടോ നോക്കി, ഈ ലെവലിലാണ് ഇതിൻ്റെ ചർച്ചകൾ മുമ്പോട്ട് പോയത്. ഒരു തരത്തിലത് രസകരമാണത്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ സംഭവത്തിനെ പറ്റി, ബഹിരാകാശത്തെ പറ്റിയും ആ ടെക്നോളജിയെ പറ്റിയും അതിൻ്റെ സങ്കീർണതകളെ പറ്റിയും അവിടെ നടക്കുന്ന കാര്യങ്ങളെ പറ്റിയും ഒക്കെ ഒരു ടോട്ടൽ ഒരു അവയർനെസ് ഉണ്ടാകാൻ ഈ ഒരു സംഭവം സഹായിച്ചു എന്നുള്ളത് ഒരു വാസ്തവം തന്നെയാണ്. ഞാനും അപർണയും ഇപ്പോൾ സംസാരിക്കുമ്പോൾ പറയുമായിരുന്നു, അതായത് ഞങ്ങളുടെയൊക്കെ ആദ്യത്തെ ബഹിരാകാശത്തെക്കുറിച്ചുള്ള ആദ്യത്തെ വായന ഒരുപക്ഷെ ടെക്സ്റ്റ് ബുക്കിൽ ആദ്യ ബഹിരാകാശ സഞ്ചാരി എന്നോ, ബഹിരാകാശത്തേക്ക് പോയ ആദ്യത്തെ ജീവി എന്നോ, ബഹിരാകാശത്തേക്ക് പോയ ആദ്യത്തെ പേടകം, ഇതെല്ലാം ടെക്സ്റ്റായിരുന്നു. പക്ഷേ ഈ തലമുറയ്ക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യം ഇതെല്ലാം നേരിട്ട് കാണുകയാണ്. അത് നമ്മുടെ ശാസ്ത്ര സാങ്കേതിക പുരോഗതിയുടെ മുഴുവൻ ഒരു തെളിവാണ് എന്ന് തോന്നുന്നു ഈ മിഷന് കിട്ടുന്ന ഈ സ്വീകാര്യത, അല്ലേ? അല്ല, അത് ആ പറഞ്ഞത് ഞാൻ 100% അംഗീകരിക്കുന്നു കേട്ടോ. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു ബഹിരാകാശ ഭ്രാന്തനാണ്. വളരെ കൊച്ചിലെ സ്കൂളിൽ പഠിക്കുന്ന കൊച്ചുകുട്ടിയായിരിക്കുന്ന കാലത്ത് തുടങ്ങിയതാണ്. അത് പണ്ട് ഒരു SLV മിഷൻ ആദ്യത്തെ സക്സസ് ആയപ്പോൾ 1981 മാതൃഭൂമിയിൽ വന്ന ഒരു വാർത്തയുണ്ട്. അതിനെ തുടർന്ന് ഈ ഇൻസാറ്റ് ഉപഗ്രഹം, ആദ്യമായി നമ്മുടെ ഇൻസാറ്റ് ഉപഗ്രഹം അമേരിക്കയിൽ നിന്ന് വിക്ഷേപിച്ചത് സക്സസ് ആയപ്പോൾ ഇവിടെ ഈ മൂവാറ്റുപുഴയ്ക്കപ്പുറത്ത് ഒരു സാറ്റലൈറ്റ് എർത്ത് സ്റ്റേഷൻ ഉണ്ട്, മാറാടി എന്ന് പറയുന്ന സ്ഥലം. അതിനെപ്പറ്റി മാതൃഭൂമിയിൽ ഒരു വലിയ വാർത്ത വന്നു. അതായത് മാനത്തെ ദൂതന്, ഇപ്പോഴും ഞാനത് ഓർക്കുന്നത്, ഞാൻ 6 പഠിക്കുമ്പോഴാണ്, മാനത്തെ ദൂതന് മണ്ണിലൊരു കിണ്ണം എന്നായിരുന്നു ആ വാർത്തയുടെ തലക്കെട്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൂറ്റൻ ഡിഷാൻഡിനെ താഴെ ഇങ്ങനെ ഇരിക്കുന്നത്, ശരിക്കും ഒരു കിണ്ണം മലർത്തി വെച്ച പോലെയല്ലേ ഒരു ഡിഷാൻഡിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത്. ആ വാർത്ത ഉണ്ടാക്കിയ ഒരു കൗതുകത്തിൽ നിന്നാണ് സത്യം പറഞ്ഞാൽ എനിക്കൊരു ഈ വിഷയത്തിനോട് കുറേ താല്പര്യം തോന്നിയത്. അന്ന് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത്, ഹൈസ്കൂളിലൊക്കെ ആയ സമയത്ത് ഇതിൻ്റെ അത് നല്ല താല്പര്യം വന്നു. ഇതിൻ്റെ ഒരു വിവരം കിട്ടാനായിട്ട് അല്ലെങ്കിൽ നമുക്കൊരു കാര്യം മനസ്സിലാക്കാനായിട്ട് എന്തോ ഒരു പ്രയാസമായിരുന്നു. നമുക്കത് വളരെ കുറച്ചേ വാർത്തകൾ വരുള്ളൂ, വരുന്നത് തന്നെ പൂർണ്ണമല്ല, TV ഒന്നും അങ്ങനെ അത്ര സജീവമല്ല. 1986 ചാലഞ്ചർ ദുരന്തം ഉണ്ടാവുന്നതും 7 പേര് മരിക്കുന്നതും അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ ഒരു മാർഗവുമില്ല. ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് വാർത്തകളൊക്കെ എത്തുന്നത്. അക്കാര്യത്തിലൊക്കെ നോക്കുമ്പം ഈ ഭാരമില്ലായ്മ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതല്ലാതെ നമുക്ക് ചില ഫോട്ടോകൾ കാണാം എന്നുള്ളതല്ലാതെ ഒന്നുമില്ല. അക്കാര്യത്തിലൊക്കെ ഇപ്പോഴത്തെ തലമുറയുടെ ഭാഗ്യം എന്ന് പറഞ്ഞാൽ വളരെ ഇപ്പോഴത്തെ തലമുറ തന്നെ നമ്മളെന്താ ഭാഗ്യവന്മാർ, ഇതൊക്കെ നമ്മളും കാണുന്നില്ല. നമ്മൾ ഉൾപ്പെടെയുള്ള ഇപ്പോഴത്തെ തലമുറ എന്ന് പറയുന്നത്. അല്ല, അപ്പോഴാണ് കാര്യം ശരി. അതായത് ഈ വിഷയം കൂടുതൽ ഇന്ന് ജനകീയമാവുകയാണ്. കാര്യം ഇതൊന്നും നേരിട്ട് കാണാത്തവർ പോലും, ഇതിനെപ്പറ്റി അറിയാത്ത വളരെ വളരെ സാധാരണക്കാർ പോലും
ഇന്ന് സുനിത വില്യംസിനെ പറ്റിയും അവർ തിരിച്ചു വരുന്നതിനെ പറ്റിയും അവിടുത്തെ കാര്യത്തിനെ പറ്റിയും ഒക്കെ ചർച്ച ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശാസ്ത്ര സാങ്കേതിക വിദ്യകൾക്കും അതിൻ്റെ ആ മേഖലയ്ക്കും കിട്ടുന്ന ജനകീയതയുടെ ഒരു വലിയ ഉദാഹരണമാണത്. അതിനും നമ്മൾ ചെറിയ ചെറിയ നെഗറ്റീവ് വശം ഉണ്ടെങ്കിലും അതൊക്കെ നമുക്ക് അവഗണിക്കാം. പക്ഷെ അതിൻ്റെ പോസിറ്റീവ് സൈഡ് എന്ന് പറയുന്ന ഇതാണ്. അത് സാങ്കേതിക വിദ്യ ഇത് എത്ര സങ്കീർണമായിക്കോട്ടെ അത് സാധാരണക്കാരൻ ചർച്ച ചെയ്യുന്നു, അവൻ്റെ ചർച്ചാ വിഷയം സംഭാഷണ വിഷയമാകുന്നു എന്നുള്ളത് വളരെ വലിയ ഒരു പോസിറ്റീവ് സൈനാണ്. ഒരുപക്ഷെ ഇതിപ്പോൾ സാധാരണ രീതിയിൽ അന്ന് ജൂണിൽ അവർ പോയി 8 ദിവസത്തിന് ശേഷം തിരിച്ചു വരുന്ന അവരെ സംബന്ധിച്ച് അതൊരു സാധാരണ പ്രക്രിയയാണ്. താങ്കൾ പറഞ്ഞതുപോലെ തിരുവനന്തപുരത്ത് നിന്ന് കോട്ടയത്ത് പോയി വരുന്നത് പോലെയോ അല്ലെങ്കിൽ എറണാകുളത്ത് പോയി വരുന്നത് പോലെയോ അവർക്ക് ഏറ്റവും വളരെ സാധാരണമായ ഒരു പ്രക്രിയ മാത്രമാണ് ബഹിരാകാശ നിലയത്തിൽ